സമസ്തയുടെ ആദ്യത്തെ പ്രസിഡന്റായി എല്ലാവരും തിരഞ്ഞെടുത്ത് അഭിപ്രായപ്പെട്ടത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകളെയാണെങ്കിലും അവർ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഏൽപ്പിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ പറയാറുള്ളത്. അപ്പോൾ ഓരോരുത്തരൊക്കെ തോന്നിയത് ഇങ്ങനെ എഴുതുക. എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ അതിനൊന്നും അവലംബുണ്ടാവില്ല. ഏത് സ്ഥലത്തുനിന്ന് കിട്ടി, എവിടുന്ന് കിട്ടി ചരിത്രം ചോദിച്ചാൽ ഇത് പറയാൻ പറ്റാത്ത വിധം ഓരോരുത്തരും ഇങ്ങനെ എഴുതുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ അവർകൾ ഇടയ്ക്കിടെ പ്രസംഗിക്കുമ്പോൾ തുടങ്ങാറുള്ളതാണ് 921 എന്നും പറഞ്ഞാൽ തുടങ്ങുക. 921 ശേഷം വഹാബിസം വന്നതും ആ വഹാബിസം ഒന്നായിട്ട് വന്നതും ശേഷം പാങ്കിൽക്കാരൻ മുന്നിട്ടിറങ്ങിയതും അത് കഴിഞ്ഞ് സമസ്ത രൂപീകരിച്ചതും അത് രൂപീകരിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങളെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അവർ വൈകാതെ തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർക്ക് ആ സ്ഥാനം കയ്യേൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതിൻ്റെ ഉപദേശകരായി നിലക്കൊണ്ടു എന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ പറയാണ്. ആ പാങ്ങിൽക്കാരനും കഴിഞ്ഞ് ശേഷം ഈ സമസ്തയിൽ എന്നാണ്, എവിടെ നിന്നാണ് ആളുകൾ ഏത് സമയത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് മിനിറ്റ്സിൻ്റെ വിവരത്തിൽ പോലും കാണാത്ത വിധമുള്ള ആളുകളാണ് സമസ്ത നേതൃസ്ഥാനത്ത് പിന്നെ വരുന്നത്. മിനിറ്റ്സ് നോക്കിയാൽ കാണൂല. ഞാൻ നോക്കി പരിശോധിച്ചിട്ട് 85-ാം വാർഷികത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള സമസ്തൻ്റെ മിനിറ്റ്സുകളുടെ റിപ്പോർട്ടുണ്ട്, കാണാനില്ല. 60-ാം വാർഷികത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. സമസ്തക്കൊരു സെക്രട്ടറി അവർകൾ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പോയ ശേഷം ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് കാണുന്നുണ്ട്. ആ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എന്നാണെന്ന് കാണുന്നില്ല. അതേത് കാലത്താണെന്നറിയില്ല. അത് മിനിറ്റ്സിലുണ്ടായിട്ട് കളയുന്നതാണോ, അവരെ സ്ഥാപക നേതാവാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒഴിച്ചു മാറ്റിയതാണോ, അതല്ല എന്തോ കഥ അതറിയില്ല. പ്രസിഡന്റ് അവരെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുത്തത് കാണുന്നില്ല. അങ്ങനത്തെ ചില ആളുകൾ സമസ്തയിലേക്ക് കടന്നുകൂടിയ ശേഷം അതിന് പരിഷ്കാരം വന്നപ്പോൾ 1967 ഏപ്രിൽ 8-ാം തീയതി മുതൽക്കുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ അതിൻ്റെ രൂപീകരണ കാലം മുതൽക്ക് 42 വർഷക്കാലം അതിനുവേണ്ടി ഓടി നടന്ന് കഠിനാധ്വാനം ചെയ്ത അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മല പോലെ വന്ന ഒരു സംഘടന വന്നപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഓർമ്മ പോലുമില്ലാത്ത വിധം സംഘടന കേരളത്തിലെ സംഘടനാ ചരിത്രത്തിൽ നിന്ന് നിശേഷം നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനായ ശൈഖുനാ താജുൽ ഉലമാ എന്ന മഹാനവർകളെ, ആ മഹാനവർകളുടെ 42 കൊല്ലക്കാലത്തിന് ശേഷം പിന്നീട് സമസ്തയിൽ നിന്ന് പോന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാനുള്ളത് ആധുനിക സമസ്ത എന്നാ. പിന്നെ സമസ്ത ആധുനീകരിക്കപ്പെട്ടപ്പോൾ ആധുനീകരണത്തിന് വിരുദ്ധമായിക്കൊണ്ട് പഴയ സമസ്തയെ പുനരുദ്ധരിക്കാനും അതിനെ പുനഃസ്ഥാപിക്കാനുമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാ രൂപീകരിക്കപ്പെട്ടത്.